പലോകടികൾ. അപ്പൊ നമ്മളെ ബീച്ച് പാടം പോവാട്ടാ. ബീച്ച് പാടം പോയല്ലോ, റേസ് വൈബാന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ നൈസായിട്ടൊന്ന് പോയാലോ. ഇവിടെ കൂടെ നച്ചോട്ടാ അവൻ നൈസായിട്ട് പോയാലോ. പോയടാ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങി. നമ്മുടെ അവിടെ വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടാ. ഇതാട്ടാ നമ്മുടെ ചീപ്പ്. ഇപ്പൊ അതിന്റെ പണിയോട് നടന്നോണ്ടിരിക്കുക. എന്തുകൊണ്ടാ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് നോക്കി നിങ്ങൾ നാട്ടിലെ റോഡാണ്. എന്തായാലും പണികളൊക്കെ നടക്കട്ടെ. നമ്മള് നേരെ ഇറങ്ങി. ഞങ്ങളുടെ അവിടെ നിന്ന് പോകുമ്പോ വലക്കാവ് കൂടി പോണത് നല്ലതാ ബീച്ചിക്ക്. അവിടെന്നാ പോണ് ഞങ്ങള്. എന്തായാലും പോണ വഴികള് മുഴുവൻ അടിപൊളിയാണ്. ആകെ പൊട്ടിയും പൊളിഞ്ഞ് തകിട് പൊളിയിട്ടിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം. നമ്മള് പോണ വഴികള് നിങ്ങൾക്ക് കാട്ടി തരണ്ടേ. അപ്പൊ ഞാൻ അച്ഛൻ കൂടി അങ്ങനെ ബീച്ച് എത്തിയ. അപ്പോഴാണ് ഒരു ചായക്കട കണ്ട. അപ്പൊ ചായ കുടിക്കാന്ന് വിചാരിച്ചു. അവിടത്തെ എന്താ സ്പെഷ്യൽ സാധനം തന്നെ ഈ മുട്ടയാണ് കേട്ടാ. അടിപൊളി സാധനം. അവൻ പറയാ എനിക്ക് വേണ്ട ചേട്ടാ മുട്ട, ഞാൻ പഴംപൊരി അലക്കോളാന്ന്. ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോ ഇറങ്ങാൻ നിൽക്കണ നേരത്താണ് മഴ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു അമ്മാതിരി മഴയും. ഈ മഴ കൊണ്ട് മുമ്പ് കിട്ടുന്ന ഒരു വൈബില് അത് വേറെ തന്നെയാണ് കേട്ടാ. ഒരു പ്രശ്നം പറ്റി. ശരിക്കും പറയാന്ന് വെച്ചാ വഴി ഇതല്ലായിരുന്നു. ഞങ്ങളാച്ചാ ഭംഗിയിലൊക്കെ എല്ലാ സ്ഥലങ്ങളും നോക്കി വരായിരുന്നു കേട്ടാ. ഇതല്ല വഴി. ശരിക്കും പറയാന്ന് വെച്ചാ കുതിരാൻ കൂടിയിട്ടാണ് ആ വഴി. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചതല്ലേ. അങ്ങോട്ട് പോണം തന്നെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ അവിടേക്ക് തന്നെ പോകുന്ന വഴികൾ തന്നെ ഭംഗിയേറിയതായിരുന്നു. ഞാൻ അച്ചുമോൻ അങ്ങനെ കുതിരാൻ കയറി. ഹെൽമെറ്റ് ആച്ചാ ഹെൽമെറ്റിന് ഇഷ്ടമുള്ളതാണ് ഇരിക്കുന്നേ. എന്തുകൊണ്ടായാലും നമ്മളാ വഴിക്ക് കയറി തുടങ്ങിയിട്ടാ. ഇതാച്ചാ ഫുള്ള് റബ്ബറും തോട്ടായിരുന്നു. അച്ചു പറയാ കമ്മന്നടിച്ച് വീഴാണ്ട് ഭാഗ്യെന്ന്. അങ്ങനെ ഇങ്ങനെയൊക്കെ തല കുത്തി മറിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയപ്പോ കണ്ട കാഴ്ചകളൊക്കെ ഇല്ലേ, അതിഗംഭീരവും മനോഹരമായിരുന്നു. എന്തുകൊണ്ടായാലും സ്ഥലം എക്സ്പ്ലോർ ചെയ്തുട്ടാ ഞാനും അച്ചുമോനും. വായിൽ വരുന്നില്ല ആ പേര് പണ്ടാറടങ്ങല്. അപ്പൊ അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്തോളാം.